ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കുണ്ടായിരിക്കേണ്ട കഴിവ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ ആർക്കാണോ സമർത്ഥമായി അതിജീവിക്കാൻ കഴിയുന്നത് അവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മളെപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 3 വസ്തുക്കൾ ഉപയോഗിച്ച് ഉള്ള ഒരു താരതമ്യ പഠനമാണ് നാം ഇവിടെ നടത്തുന്നത്. ആദ്യമായി എടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. നമുക്കറിയാം, റോ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ്, വേവിക്കാത്ത ഉരുളക്കിഴങ്ങ്, അത് വളരെ ഹാർഡാണ്. നാം പിടിച്ചൊക്കെ നോക്കുമ്പോൾ നല്ല കട്ടിയുണ്ടാവും. അതേ ഉരുളക്കിഴങ്ങിനെ നാം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കകം അത് വെന്ത് കഴിയുമ്പോൾ ദുർബലമായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാം ഒന്ന് തൊട്ടു നോക്കിയാൽ പോലും, ഒന്ന് അമർത്തി പിടിച്ചാൽ പോലും പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് മാറും. ഇതേ തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന ആളുകൾ. അവരല്ലാത്ത ജീവിതത്തിൽ, അല്ലാതുള്ള സംഭാഷണത്തിൽ, അല്ലാതുള്ള പെരുമാറ്റത്തിൽ ഒക്കെ വളരെ ശക്തരായി ആണെന്ന് നമുക്ക് തോന്നും. ഭയങ്കര ആത്മവിശ്വാസമൊക്കെ ആയിരിക്കും സംഭാഷണത്തിൽ. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉരുകുന്ന മഞ്ഞുകട്ട പോലെ പെട്ടെന്ന് തകർന്നു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി എടുക്കുന്നത് മുട്ടയാണ്. മുട്ടയുടെ പ്രത്യേകത എന്താണ്? വേവിക്കാത്ത അവസ്ഥയിൽ പച്ചമുട്ട ദുർബലമാണ്. നാം ഒന്ന് അമർത്തി പിടിച്ചാൽ പോലും അത് പൊട്ടിപ്പോകും, താഴെ വീണാൽ ഉടഞ്ഞു പോകും. പക്ഷേ ഇതേ ചൂടുവെള്ളത്തിൽ, നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ ഉപയോഗിച്ച അതേ ചൂടുവെള്ളത്തിൽ നമ്മൾ മുട്ടയാണ് ഇടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ വിപരീത അവസ്ഥയിൽ, ആ പ്രതികൂല അവസ്ഥയിൽ മുട്ട അതിൻ്റെ സ്വഭാവം മാറ്റുകയാണ് ചെയ്യുന്നത്. ദുർബലമായ മുട്ട പുഴുങ്ങിക്കഴിയുമ്പോൾ കട്ടിയുള്ള വസ്തുവായിട്ട് മാറും. ജീവിതത്തിൽ ഈ മുട്ടയുടെ ആ ഒരു സ്വഭാവം, ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ, പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ മോശം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂല അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മൾ മാനസികമായി സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ സാധിക്കൂ. നമ്മൾ ശക്തരായിട്ട് മാറണം. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ്, മൈൻഡ് പവറാണ്. അപ്പോൾ പരിശീലനത്തിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. മൂന്നാമത് നാം ഉപയോഗിക്കുന്ന വസ്തു, നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയാണ്. ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനും ഈ മുട്ട പുഴുങ്ങാനും ഉപയോഗിച്ച അതേ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ കാപ്പിപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വെള്ളത്തിലേക്ക് നമ്മൾ കാപ്പിപ്പൊടി ഇടുന്ന നിമിഷം തന്നെ ആ വെള്ളത്തിൻ്റെ നിറം മാറും, മണം മാറും, രുചി മാറും. എന്തിനേറെ പറയുന്നു, ആ വെള്ളത്തിൻ്റെ പേരും അതിനുശേഷം മാറും. ഇനി അത് കാപ്പി എന്നറിയപ്പെടും. വളരെ വളരെ അധികം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയല്ലേ ഈ കാപ്പിയുടെ സ്വഭാവം? പ്രതികൂല അവസ്ഥയിൽ ആ മുട്ടയെയും അതേപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ പുഴുങ്ങിയ അതേ ചൂടുവെള്ളത്തിൽ കാപ്പിപ്പൊടി വന്നപ്പോൾ ആ പ്രതികൂല അവസ്ഥയുടെ കാരണക്കാരനായ ആ ചൂടുവെള്ളത്തിൻ്റെ പോലും സ്വഭാവത്തെ മാറ്റുകയാണ് കാപ്പിപ്പൊടി ഇവിടെ ചെയ്തത്. ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പേഴ്സണാലിറ്റി. പലപ്പോഴും മറ്റു വ്യക്തികളോ ജീവിതത്തിലെ എന്തെങ്കിലും സാഹചര്യങ്ങളോ ഒക്കെ ആയിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ആ നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, അവരിൽ പോലും പരിവർത്തനം വരുത്താൻ പറ്റുന്ന പേഴ്സണാലിറ്റി ആയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതാണ് കാപ്പിപ്പൊടി നമ്മെ പഠിപ്പിക്കുന്ന ആ ഒരു പാഠം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓർക്കുക, നമ്മളുടെ പല കാര്യങ്ങളിലും നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സൗന്ദര്യമായിക്കോട്ടെ, നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ, ശരീരത്തിൻ്റെ നീളമായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ പരിമിതികൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റി
നമുക്ക് അനുദിനം മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു വസ്തുവാണ്. അതിനുള്ള താല്പര്യം നമുക്കുണ്ടാകണം, അതിനുള്ള ശ്രമം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ആ തരത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വം, എതിരാളികളെ വരെ ആകർഷിക്കുന്ന, അവർ വരെ ഇഷ്ടപ്പെടുന്ന വളരെ ഉയർന്ന ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.